നമസ്കാരം. എൻ്റെ പേര് ധർമ്മശീലൻ നായർ. ഞാൻ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. നിങ്ങൾ കാണും പോലെ ഒരു സീനിയർ സിറ്റിസണാണ്. എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതായത് 10-70 വർഷത്തെ എൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളോടും പിന്നെ നിങ്ങൾ യുവതലമുറയിൽപ്പെട്ടവരോടും ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ തിരുവനന്തപുരം സിറ്റിയിലല്ല ജനിച്ചത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഗ്രാമം, അതായത് മണമ്പൂർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ആറ്റിങ്ങലിനും വർക്കലിലേക്കും ഇടയ്ക്കുള്ളതാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു വളരെ പ്രാചീനവും പാരമ്പര്യവുമുള്ള ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ നാട്ടിലുണ്ട്. അതാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യം. മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഉണ്ണാൻ ഇല്ല, ഉടുക്കാനില്ല, തലചായ്ക്കാൻ നല്ലൊരു കിടപ്പാടമില്ല. ഇതായിരുന്നു ഈ ഗ്രാമത്തിലുള്ള മിക്കവാറും എല്ലാവരുടെയും സ്ഥിതി. ഏതാനും ബ്രാഹ്മണ കുടുംബങ്ങളും ചില ജന്മിത്വമുള്ള നായർ കുടുംബങ്ങളും ഒഴിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാം ജീവിത നിലവാരം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കഥ, എൻ്റെ കഥ, ഇതുവരെയുള്ള ജീവിത കഥ നിങ്ങളടുത്ത് പറയുന്നതോടൊപ്പം പ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെ നാട് ഇന്ന് വളരെ അഭിവൃദ്ധിപ്പെട്ടു. ഇന്ന് നമ്മുടെ കുട്ടിക്കാലം പോലെയല്ല ഇന്നത്തെ കുട്ടികളുടെ ജീവിതം. അന്നത്തെ ജീവിത ശൈലിയല്ല ഇന്നത്തെ ജീവിത ശൈലി. അന്ന് ആഹാരമില്ല, വസ്ത്രമില്ല. ഇന്ന് അതൊന്നും അല്ല സ്ഥിതി. അന്ന് കിടപ്പാടമില്ല, ചുറ്റമാടങ്ങളാണ്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നല്ല വീടുകളുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ. ഇന്ന് ആ സ്ഥലം പോലും മാറിപ്പോയി, കണ്ടാൽ പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായി. പക്ഷെ ഈ അവസ്ഥയിൽ എത്തിയത് ഈ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിലാണ്. ഈ 50 വർഷങ്ങൾക്ക് മുമ്പിലുള്ള ഒരു 500 വർഷം കൊണ്ടുണ്ടാകുന്ന പുരോഗതിയേക്കാൾ കൂടുതൽ ഈ 50 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിനുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ നാട്ടിൽ ഭരണം, ജനാധിപത്യ ഭരണം, സ്വാതന്ത്ര്യം കിട്ടി. 56-ൽ നമ്മുടെ കേരളം ഉണ്ടായി. അതിനുശേഷം നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവിടെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കി ഭരിച്ചു. വലിയ വലിയ ഉദ്യോഗസ്ഥ മേധാവികൾ ഇവിടെ ഭരിച്ചു. അവരുടെയൊക്കെ ഭരണ നൈപുണ്യം, ഭരണ വിദഗ്ധത, ഭരണ വൈദഗ്ധ്യം കൊണ്ടൊക്കെ നമ്മുടെ നാട് പുരോഗമിച്ചു എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. പക്ഷെ അവർ സത്യമറിയാതെയാണ് അതൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഭരിച്ച ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഉദ്യോഗസ്ഥ മേധാവിയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി പറയുകയാണ്. വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അവർ പിന്നെ ഇത്രയും കാലം എന്ത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, റോഡുണ്ടാക്കി, പാലം ഉണ്ടാക്കി, സ്കൂളുണ്ടാക്കി എന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ടാക്കി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ടാക്കി. പക്ഷേ എൻ്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഉള്ള അനുഭവം, എൻ്റെ അറിവാണ്, എൻ്റെ ബോധമാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ഈ 50 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഈ അഭിവൃദ്ധി ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് എങ്ങനെയാണ് ഈ അഭിവൃദ്ധി ഉണ്ടായതെന്ന് എൻ്റേതായുള്ള നിഗമനങ്ങളും വിലയിരുത്തലുകളും എനിക്കുണ്ട്. എൻ്റെ ഗ്രാമത്തിനെയാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. എല്ലാ ഗ്രാമങ്ങളും എൻ്റെ ഗ്രാമങ്ങൾ പോലെ തന്നെയാണ്. കേരളത്തിൽ ഉടനീളം വലിയ മാറ്റങ്ങൾ ഈ 50 കൊല്ലത്തിന് ഉള്ളിലുണ്ടായി.
അതെങ്ങനെ ഉണ്ടായി എന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണമെന്നോ വൈറലാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളിത് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കഴിയുമെങ്കിൽ എന്നെ അറിയിക്കണം. ഇതിന് ഉദ്ദേശിക്കുന്ന വീഡിയോകൾ അതിനുശേഷം മാത്രമേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള അനുഭവം ഞാൻ ചുരുക്കി പറയുകയാണ്. എൻ്റെ കുട്ടിക്കാലം ഞങ്ങൾക്ക് 4-5 കിലോമീറ്റർ അകലെ പോയി വേണം പഠിക്കാൻ. അന്ന് 4-5 കിലോമീറ്റർ അകലെ ഒരു കുട്ടി 5-6 വയസ്സുള്ള കുട്ടി നടന്നു പോകണം. ഇന്നത്തെ കാലം വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി വന്ന് നിൽക്കുകയും വണ്ടിയിൽ കയറ്റാൻ ആൾ ഒന്നുമില്ല. അന്ന് ഞങ്ങൾ നടന്ന് തോടും കുളവും കാടും മേടും ഒക്കെ നടന്നാണ് ഈ 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 6 വയസ്സുകാരൻ ഒരു പ്രൈമറി സ്കൂളിൽ പോകണം. അവിടെ പോയി 8 കൊല്ലം പ്രൈമറി മിഡിൽ പഠിച്ചു. അതിനുശേഷം അന്നത്തെ പഠിച്ച കഷ്ടപ്പാടുകൾ, അന്നത്തെ ബിഷപ്പിൻ്റെ വിളി, അതൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല, അടുത്ത പറയാം. അതിനുശേഷം 10 കിലോമീറ്റർ അകലെയുള്ള ആറ്റിങ്ങൽ ഹൈസ്കൂളിൽ പോയാണ് പഠിച്ചത്. അതിനുശേഷം 11 ക്ലാസ് വരെ എത്തുക എന്നുള്ളത് തന്നെ അന്ന് വളരെ അപൂർവമാണ്. സാധാരണ ഇതിൽ അതിൻ്റെ ഇടയിൽ എല്ലാവരും പൊഴിഞ്ഞു പോകും. ഞാൻ 11 കൊല്ലം കഴിഞ്ഞു, 11 ക്ലാസ് ജയിച്ചു. ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ പോയി പഠിച്ചു. അന്ന് ഞങ്ങളെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല തിരുവനന്തപുരം പട്ടണത്തിൽ പോയി പഠിക്കുക എന്നത്. ഞാൻ പോയി പഠിച്ചു. എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എന്തുമാത്രം ബുദ്ധിമുട്ടി, അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, ഞാൻ പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ പഠിച്ചു. ഞാൻ 1968 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു ഡിപ്ലോമക്കാരനായി നാട്ടിലെത്തി. ഞാൻ അതിനുശേഷം ഒരു ജോലിക്കായി തിരുവനന്തപുരത്ത് സിറ്റിക്കകത്തുള്ള പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി ചോദിച്ചിട്ടുണ്ട്. ആരും ജോലിയൊന്നുമില്ല. നാട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ എന്താണ്? സാധാരണഗതിയിൽ അന്ന് ഞങ്ങളുടെ പോലെയുള്ളവരുടെ വീടുകളിലൊന്നും കാലത്തെ കാപ്പിയും പലഹാരങ്ങളൊന്നുമില്ല. അതേ ദിവസത്തെ കഞ്ഞിയോ മരിച്ചിനിയോ വല്ലതുമൊക്കെയാണ് കാലത്തെ കഴിക്കുന്നത്. അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് പോയി പഠിച്ചിട്ടൊക്കെ വന്നപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നി. അന്ന് നമ്മുടെ ഗ്രാമത്തിൽ അവിടെ ഇവിടെ 2-3 ചായക്കടകളുണ്ട്. അവിടെ ദോശയും ചായയുമാണ് കാലത്ത്. അത് കാലത്തെ പോയി അത് കഴിക്കണമെങ്കിൽ 4 എണ്ണ വേണം. 3 ദോശയും ഒരു ചായയും കുടിക്കണമെങ്കിൽ ഒരു ദോശയ്ക്ക് 1 എണ്ണ, ചായയ്ക്ക് 1 എണ്ണ, അങ്ങനെ 4 എണ്ണ വേണം. പിന്നെ വൈകുന്നേരത്ത് ഒരു ചായയും ഒരു കടിയും 2 എണ്ണ വേണം. അങ്ങനെ 6 എണ്ണ വേണം. 6 എണ്ണ ഇന്നത്തെ 40 പൈസയാണ്. ചുരുക്കത്തിൽ ഒരു 50 പൈസ ഒരു ദിവസം ഉണ്ടെങ്കിലേ ഒരു ചെറുപ്പക്കാരന് അന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. ആ 50 പൈസയ്ക്ക് വേണ്ടി, അതായത് 8 എണ്ണ അന്നത്തെ, അതിനുവേണ്ടി പല വഴികളും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. അവിടെ ആകെപ്പാടെ അന്നുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് തറ കളയ്ക്കലാണ്. അല്പം വയലും ഒരിടങ്ങളും ഒക്കെ അവിടെ മരിച്ചീനിക്കൊക്കെ ആളിനെ കളപ്പിക്കും, കൂലിക്ക് കളപ്പിക്കും. അതിന് വളരെ തുച്ഛമായ കൂലിയാണ്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള വരെ ആരും കളയ്ക്കാനൊന്നും വിളിക്കില്ല. പിന്നെ അവിടെ ഒരു ജോലിയില്ല. ചില മേശരിമാരുണ്ട്, അവർക്ക് ചില കൊച്ചു വീടുകൾ ഉണ്ടാക്കുന്ന പരിപാടി. അന്നത്തെ ചെളിയും കട്ടയും ഒക്കെ വെച്ച് കടിയും പോലെയും ഒക്കെ വെച്ചുണ്ടാക്കുന്ന വീട്, അതിൻ്റെ പണിക്കൊക്കെ നമ്മൾ വിളിച്ച് പോയാൽ നമ്മൾ അവിടെ ചെന്ന് ചുമ്മാ പണിയണം. എന്ന് വെച്ചാൽ പണി പഠിക്കുക എന്നാണ് പറയുന്നത്. ഒരു പൈസയും ഒരു തരില്ല. ആ തരത്തിലൊക്കെ ആയിരുന്നു അന്നത്തെ ജീവിതം. അപ്പോൾ ആ ജീവിതകാലത്ത് ഞാൻ അവിടം വിട്ടുപോയി. ഇന്ന് വടക്കേ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീസ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. ഞാൻ 1968 ബംഗാളിൽ പോയി ജോലിക്ക്. അവിടെ ഒരു പ്രോജക്റ്റിൻ്റെ പണിക്ക് പോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് നാട്ടിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ചിലർക്കൊക്കെ അപൂർവം ജോലി കിട്ടി. അപ്പോൾ എനിക്കും ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടുമായിരുന്നു എന്നുള്ള എൻ്റെ ധാരണ കൊണ്ട് ഞാൻ പിന്നീട് വടക്കേ ഇന്ത്യയിലേക്ക് പോയില്ല. ഞാൻ ഇവിടെ നിന്നു. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാർ, ഭരണകർത്താക്കൾ, സാമൂഹ്യ വിദഗ്ധന്മാർ, ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ പറഞ്ഞ് തൊഴിലില്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം.
അതുകൊണ്ട് അഭ്യസ്ത വിദ്യരായ നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തണം. ഇത് കേട്ട് നമ്മുടെ നാട്ടിലുള്ള എൻജിനീയറിംഗ് ബിരുദധാരികളും ഡിപ്ലോമക്കാരും ITIക്കാരും എല്ലാം കൂടി ഒരു സൊസൈറ്റി തിരുവനന്തപുരത്തുണ്ടാക്കി. ടൈറ്റാനിയം പ്രോഡക്ട്സിൻ്റെ തൊട്ട് വടക്കേ പ്ലോട്ട് ഞങ്ങൾക്ക് അനുവദിച്ചു. സർക്കാരിൻ്റെ സഹായം, സൊസൈറ്റി ആയപ്പോൾ സർക്കാരിൻ്റെ സഹായം, സർക്കാരും പണമൊക്കെ കുറേ ഇട്ട് ഞങ്ങളൊരു സൊസൈറ്റി ഉണ്ടാക്കി. ഞങ്ങളൊരു ഫാക്ടറി അവിടെ ഉണ്ടാക്കി, ഒരു പ്ലാസ്റ്റിക് കമ്പനി ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അത് ആദ്യമേ താളം തെറ്റി. രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണ് അതിൻ്റെ പേരിൽ. ആരംഭത്തിലെ അതിൻ്റെ താളം തെറ്റി. അന്ന് ധാരാളം പേര് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നു. ഗൾഫ് രാജ്യത്ത് പോകുന്നവരുടെ അഭിവൃദ്ധി, അവരയക്കുന്ന പണത്തിൻ്റെ വലിപ്പം ഒക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്നാൽ രക്ഷയില്ല എന്ന് കരുതി വളരെ കഷ്ടപ്പെട്ട്, വളരെ പണിപ്പെട്ട് ഒരു വിസ സംഘടിപ്പിച്ച് ഞാനും ഒരു ഗൾഫ് രാജ്യത്ത് പോയി. കുറേ കാലം അവിടെ ജോലി ചെയ്തു. ചെറിയൊരു അസുഖം ബാധിച്ചു. ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും ഞാൻ നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്ന് പരിശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഗൾഫിൽ പോയി ഉണ്ടാക്കിയത്. അപ്പോൾ സർക്കാർ ഇവിടുത്തെ വ്യവസായ കേന്ദ്രം, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ രഹിതരായ പ്രത്യേകിച്ച് ഗൾഫ് റിട്ടേണീസ് ആയിട്ടുള്ളവരുടെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു തൊഴിൽ സംരംഭക പരിശീലനം തുടങ്ങാൻ പോകണം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് തൊഴിലുണ്ടാക്കി തരും, സ്ഥാപനം ഉണ്ടാക്കി തരും, റാ മെറ്റീരിയൽ സംഘടിപ്പിച്ച് തരും, എല്ലാം. അങ്ങനെ കിറ്റ്കോ ഇവിടെ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിപ്പിച്ചു. ഞാനും ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. ആ ട്രെയിനിങ് 1 കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. കിറ്റ്കോയുടെ പ്രോജക്റ്റ് റിപ്പോർട്ടോട് കൂടിയൊക്കെ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് തന്നെയായിരുന്നു പ്രോഡക്റ്റ്, ഞാൻ സംഘടിപ്പിച്ചു. 10 വർഷം ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോയി. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ, നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒക്കെ പിടിപ്പുകേട് കാരണം എന്തേ ഞാൻ പറയൂ, അവരും തിരിച്ചു പറയും, അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പറയും, അത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇതൊക്കെ പരാജയപ്പെട്ടതെന്ന്. അതല്ല കാരണം. ഒരു സ്ഥാപനം അന്ന് KFC, കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോൺ എടുത്ത് തുടങ്ങി വിജയിച്ചാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നേട്ടവുമില്ല. പകുതി വഴിയിട്ട് അതിനെ മുടക്കി അതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്താൽ അവർക്ക് വൻ ലാഭം കിട്ടും. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാവരെയും പോലെ ഞാൻ മാത്രമല്ല, ആ കാലത്ത് പലരും എൻ്റെ ഗ്രാമത്തിൽ ഞാനിത് തുടങ്ങിയ സ്ഥലത്ത് ഇതുപോലുള്ള SSI യൂണിറ്റുകൾ തുടങ്ങി വൻപിച്ച രീതിയിൽ പരാജയപ്പെട്ടു. അതിൻ്റെ എല്ലാം കാരണം ഇതായിരുന്നു. അപ്പോൾ 2 പരാജയം സംഭവിച്ചു. ഒന്ന്, ഞങ്ങൾ സഹകരണ മേഖലയിൽ തുടങ്ങി. അത് കുറേ കാലം മുട്ടി മുടങ്ങിയൊക്കെ പോയി. പിന്നെ അത് പരാജയപ്പെട്ടു. പിന്നീട് അവിടുത്തെ നാട്ടുകാർ, കള്ളന്മാർ അതിൻ്റെ ഒരു ചുടുകട്ട പോലും ഇല്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോയി. ഇന്ന് 1 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട് ആ സൊസൈറ്റിയുടെ പേരിലെന്നാണ് അറിവ്. മറ്റെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവാക്കി അന്ന് മേടിച്ച വിൻസെൻ്റ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ, പ്ലാസ്റ്റിക് എക്സ്ട്രൂഡർ, PVC പൈപ്പ് ഉണ്ടാക്കുന്ന എക്സ്ട്രൂഡർ മുതലായവരെല്ലാം അവരാളുകൾ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. ഞാൻ പിന്നെ ആ സ്ഥലത്ത് പോയിട്ട് പോലുമില്ല, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ എൻ്റെ യൂണിറ്റ്, SSI യൂണിറ്റും പ്രവർത്തനം ഏകദേശം നിലച്ചു. പ്രധാന കാരണങ്ങൾ എന്താണ്? റാ മെറ്റീരിയൽ ഇല്ല. അത് തുടങ്ങാൻ തന്നെ അതിൻ്റെ പവർ കണക്ഷൻ എന്നെ 1.5 കൊല്ലം ഞാൻ കാത്തിരുന്നു. ഈ രാഷ്ട്രീയക്കാരുടെ മുമ്പിലെല്ലാം, ഈ മന്ത്രിമാരുടെ മുമ്പിലെല്ലാം, ഞാൻ പല മന്ത്രിമാരുടെ മുമ്പിലും പോയി കരഞ്ഞ് കാല് പിടിച്ചപേക്ഷിച്ചിട്ടും അവർ പവർ കണക്ഷൻ തന്നില്ല. തരാം, നിങ്ങൾ തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഞങ്ങളെല്ലാം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് PC ചാക്കോ എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ മന്ത്രി. അയാൾ പറഞ്ഞ സംഭാഷണങ്ങളും പ്രസംഗത്തിൽ പറഞ്ഞതില്ല ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ 10 കൊല്ലം കൊണ്ട് എൻ്റെ എല്ലാം നശിച്ചു. കയ്യിലുള്ളതും പോയി, ചവിട്ടിയതും പോയി, പിടിച്ചതും പോയി, എല്ലാം പോയി. വീണ്ടും ഞാൻ ഗൾഫ് രാജ്യത്ത് പോയി ഒരു വിസിറ്റിംഗ് വിസയുമായി. കാരണം എൻ്റെ കുട്ടികൾ പഠനത്തിലാണ്, അവർ കുറച്ച് വലുതായി, പഠിപ്പിക്കണം. എന്തായാലും ഞാൻ അവിടെ പോയി കുറേ കൊല്ലം അവിടെ ജോലി ചെയ്തു. കുട്ടികളെല്ലാം പഠിച്ചു.
അവർ 2 പേര് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പല ജോലികളും ചെയ്തു, ജീവിച്ചു. ഒരുപാട് സംഭവങ്ങളായി. അവസാനം എൻ്റെ ജീവിതം ഇന്ന് പെരുവഴിയിലായി. ആ കഥയിലേക്ക് ഞാൻ വരാം. ഈ 50 കൊല്ലത്തെ അല്ലെങ്കിൽ 60 കൊല്ലത്തെ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇത് മാത്രം പങ്കുവയ്ക്കാനല്ല, ഇത് എന്നെപ്പോലെ പലർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള പലർക്കും. ഞങ്ങളൊക്കെ ഇന്ന് ജീവിതത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിൽ ഓടുന്നവരാണ്. വളരെ കാലങ്ങൾ ഇനി നമുക്കില്ല. ഇപ്പം ഈ സംഭവങ്ങൾ പറയണം. എൻ്റെ പരിചയക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇതറിയണം. അതിലുപരി എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ നമ്മുടെ കേരളം, മറ്റ് സംസ്ഥാനങ്ങളെ ഞാൻ പറയുന്നില്ല, അതൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. ഈ കേരളം ഉണ്ടായതിനു ശേഷം കേരളം ഭരിച്ച EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ, ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ, ഇടതും വലതും മുന്നണികളിൽ, അതായത് കോൺഗ്രസിൽ കെ കരുണാകരൻ തൊട്ട് ഉമ്മൻചാണ്ടി വരെയും EMS തൊട്ട് പിണറായി വിജയൻ വരെയും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാരിവിടെ ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ ചെയ്തത് എന്താണ്? അവരെന്താണ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്ന് ഞാൻ ചോദിക്കും. ഇവിടുത്തെ ഉദ്യോഗസ്ഥവർഗം, IAS-കാർ, അതുപോലുള്ള വലിയ ഉദ്യോഗസ്ഥ ഭീമന്മാരൊക്കെ വലിയ കണക്കും കാര്യവും വലിയ നാഴക്കമായിട്ട്, രാഷ്ട്രീയക്കാരൊക്കെ ഉള്ള നാട്ടിൻ്റെ നീളം വേറെ ആർക്കുമില്ല. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരെന്തെല്ലാം പറയും. ഞാനിവിടെ ഇടതോ വലതോ മറ്റെന്തോ മറിച്ചോ ഒന്നും കാണുന്നില്ല. രാഷ്ട്രീയക്കാരൻ ആരും നമ്മുടെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറേ റോഡുണ്ടായി, പാലങ്ങളുണ്ടായി, സ്കൂളുണ്ടായി, ആശുപത്രി ഉണ്ടായി എന്നൊക്കെ പറയും. ഇതൊന്നും ഉണ്ടായതുകൊണ്ട് നമ്മളെ ഗ്രാമത്തിൽ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള സമ്പന്നത ഉണ്ടാകുമോ? സാധാരണഗതിയിൽ ഒരു രാജ്യം വികസിക്കുന്നത് ഈ കാർഷികമായ വികസനം, വളർച്ച, അല്ലെങ്കിൽ വ്യാവസായികമായ വളർച്ച, അല്ലെങ്കിൽ അവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ വല്ലതും പെട്രോളോ സ്വർണമോ വെള്ളിയോ വല്ലതുമൊക്കെ കുഴിച്ചെടുക്കാൻ ഉണ്ടാവണം. അതൊന്നും നമ്മുടെ നാട്ടിലുണ്ടായില്ല. നമ്മുടെ നാട്ടിലെ കൃഷിയെല്ലാം പോയി. ഇവിടെ ഇപ്പം വയലുകളിലൊന്നും കൃഷി ചെയ്യുന്നില്ല. പണ്ട് കൈത്തറി പോലെയുള്ള ചെറുകിട പണികളുണ്ടായിരുന്നു, കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. അതിൻ്റെ പരിസരത്ത് ഒരു സ്ഥലത്ത് അന്ന് അവിടുന്ന് ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുമായിരുന്നു. മാവും പലാവും തെങ്ങുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പോയി. മാവില്ല, പലാവില്ല, തെങ്ങില്ല. പക്ഷേ നല്ല ചക്കയും നല്ല മാങ്ങയും തേങ്ങയും ഒക്കെ നമ്മുടെ നാട്ടുകാർ ഇന്ന് സുഭിക്ഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ പണമുണ്ടെങ്കിൽ സാധനം ഇവിടെ വരുന്നുണ്ട്. ഗൾഫ് രാജ്യത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, പക്ഷേ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ കിട്ടുമായിരുന്നു. അതേപോലെ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, കാർഷികമായിട്ടില്ല, വ്യാവസായികമായിട്ടില്ല. ഞാൻ ഈ ചെറുകിട വ്യവസായ യൂണിറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് പലർക്കും അതുപോലുള്ള യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇന്നില്ല. പക്ഷേ നമ്മുടെ നാട് പുരോഗമിച്ചു, സാമ്പത്തിക വളർച്ച ഉണ്ടായി. അനേക ലക്ഷം അന്യദേശ തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, ഉയർന്ന വേതനം വാങ്ങിക്കുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും തുല്യമായി കഴിഞ്ഞു നമ്മുടെ നാടെന്നൊക്കെ പറയുന്നവരുണ്ട്. ആയിരിക്കാം, അങ്ങനെ മാറിയിരിക്കാം. പക്ഷേ ഇതെല്ലാം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളുടെയും ഇവിടുത്തെ രാഷ്ട്രീയ മേധാവികളുടെയും കഴിവ് കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ പല രംഗത്തും കേട്ടു. 70 കൊല്ലത്തെ വ്യക്തമായ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ രാഷ്ട്രീയക്കാരനൊന്നും ചെയ്തില്ല. എൻ്റെ പരിചയക്കാരായ MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ പല കാര്യങ്ങൾക്കും പോയിട്ടുമുണ്ട്. അവരൊക്കെ ചെയ്തത് എന്താണ്? അവർ ചെയ്തത് അവർ സൂഹിക്കുക, പണം ഉണ്ടാക്കുക, അവരെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുക. അവരെ പിന്നിൽ നിൽക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ അനുയായികളെ രക്ഷപ്പെടുത്തുക. ഇതല്ലാതെ മറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ല. പാവപ്പെട്ടവൻ്റെ ജീവിത ഉന്നമനത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. അത് വ്യക്തമായി തെളിയിക്കാൻ എനിക്ക് കഴിയും. അടുത്ത കാലത്താണ് ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് തുച്ഛമായ സാമൂഹ്യ വേതനം എന്ന് പറഞ്ഞ് തുച്ഛമായ പൈസ കൊടുക്കാൻ തുടങ്ങിയത്. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഒരു പെൻഷൻ ജീവിക്കാനിപ്പോൾ 1600 രൂപ കൊണ്ട്
ഒരു മനുഷ്യനിൽ നിന്ന് തിരുവനന്തപുരത്ത് ജീവിക്കാൻ പറ്റുമോ? അവരെന്തിനു കൊടുക്കണം ഈ 1600 രൂപ? ഒരു തന്നെ കൊടുക്കണമെങ്കിൽ അവൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി. സമ്പന്നനും കൊടുക്കണ്ട. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ എത്രയോ പേര് സാമൂഹ്യ പെൻഷൻ വാങ്ങിച്ചെന്നും ഇപ്പം തിരിച്ചു പിടിക്കണമെന്നും പറയുന്നു. അതെന്തിനവർ കൊടുത്തു? ഇവർ ഭരിക്കുകയാണോ ഇവിടെ ചെയ്തത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഇവിടെ ഭരിക്കുകയാണോ ചെയ്തത്? ഇല്ല, അവൻ ഭരിച്ചില്ല. അവൻ്റെ നേട്ടത്തിന് വേണ്ടി, അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ്. ഇവിടെ MLA പെൻഷൻ എത്രയോ പ്രാവശ്യം MLA ആയവർ, എത്രയോ പ്രാവശ്യം MP ആയവർ, എത്രയോ പ്രാവശ്യം മന്ത്രിയായവർ, മുഖ്യമന്ത്രിയായിട്ട് എത്രയോ പ്രാവശ്യം ഇരുന്നവരൊക്കെ പെൻഷൻ എല്ലാത്തിനും കൂടി ഇവർക്ക് ലക്ഷക്കണക്കിനല്ല ഒരുപക്ഷെ കോടിക്കണക്കിന് പെൻഷൻ കിട്ടും. ഓരോന്നിനും ഓരോ പെൻഷനുണ്ട്. 2 വർഷം ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ അയാൾക്ക് ആയുഷ്കാലം പെൻഷൻ കിട്ടും. അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ 100 വ്യവസ്ഥകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത് പാവപ്പെട്ടവനെ നന്നാക്കാനാണോ? ഈ പാവപ്പെട്ടവൻ ഒരു കാലത്ത് എനിക്ക് വ്യക്തമായിട്ടറിയാം, 1970 കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 50 പൈസ ഒരു ചെറുപ്പക്കാരനില്ലാതെ ജീവിക്കാൻ ഒക്കാത്ത ആ കാലഘട്ടത്തിൽ കടൽ കടന്ന് അക്കരെ പോയാൽ അവിടെ നമുക്ക് നേട്ടം കിട്ടും, നമുക്ക് പണം കിട്ടും, വലിയ ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കടൽ നീന്തി കടന്നു കള്ളലാഞ്ചിയിൽ. അന്ന് എൻ്റെ ഗ്രാമത്തിലുള്ളവർ ഒരുപാട് പേര് പോയി. വർക്കല ഭാഗത്തുള്ള പലരും കടലിൽ ഇവിടെ ചത്തിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ പോയി അവർ അവിടെ പോയി കഷ്ടപ്പെട്ട് പണം വഹിക്കുന്നത് കണ്ട് പിന്നീട് വിസ എടുത്തും പാസ്പോർട്ട് എടുത്തും ഒക്കെ ധാരാളം പേര് പോയി. അവർ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ അയച്ച പണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ സുഭിക്ഷതയ്ക്ക് കാരണം. അല്ലാതെ നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ ഉണ്ടാക്കിയതല്ല. പക്ഷെ ഇത് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ സർക്കാരും നമ്മുടെ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥ മേധാവികളും നമ്മുടെ സാമൂഹ്യ വിദഗ്ധന്മാരും ആരും തയ്യാറാവുന്നില്ല. ഇത് പറയണമെന്ന് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രധാന ആഗ്രഹം. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അത് മൂലം ഇവിടെ ആരെല്ലാം വളർന്നു. ഇവിടെ ഈ ബാങ്കുകൾ അത്രയും ശാഖകൾ ഉണ്ടാക്കി വളർന്നു. അവർ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്തു. ഞാൻ ഉൾപ്പെടെ, ഞാനും 10-12 കൊല്ലം ഗൾഫിൽ പോയി ജോലി ചെയ്തവനാണ്. എന്തെല്ലാം ചൂഷണങ്ങളാണ് അവർ നടത്തിയത് ബാങ്കുകൾ. അവർ ഈ സമ്പന്നത നേടിയത് ഇവിടെ ഉള്ള ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. ഇന്ന് ലൂലു മാർക്കറ്റിൻ്റെ MA യൂസഫ് അലി ഇവിടെ മാളുകൾ സ്ഥാപിക്കുന്നു. അതുപോലെ പലരും പല ഭീമന്മാരും ഇവിടെ വന്നിട്ട് പലരും സ്ഥാപിക്കുന്നു. ഇതൊക്കെ ഈ ഗൾഫിലെ പണം ഇവിടെ വന്ന് കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതിന് മറുവശമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറയും പോലെ ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ കേരളത്തിലുള്ള താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ കടൽ കടന്നുപോയി ഉണ്ടാക്കിയ പണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ അഭിവൃദ്ധിക്ക് കാരണം. അല്ലാതെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാരോ സാമൂഹിക വിദഗ്ധന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ല. അവരുടെ നീളമുള്ള നാക്കുകൊണ്ടൊന്നുമല്ല ഇവിടെ ഈ സംഗതി ഉണ്ടായത്. പക്ഷേ ഈ പണം ഉണ്ടാക്കിയവർ ഇന്ന് ദുഃഖത്തിലാണ്. എന്നെപ്പോലെയുള്ള സീനിയർ സിറ്റിസന്മാർ എത്രയോ പേരെ എനിക്കറിയാം. അവരെല്ലാം ദുഃഖത്തിലാണ്. കാരണം എന്താണ്? അവർ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നാട്ടിലയച്ചു. മക്കളെല്ലാം നല്ല നിലയിലായി, കുടുംബം രക്ഷപ്പെട്ടു, വലിയ വീടുകൾ വെച്ചു, കാറുകൾ വാങ്ങിച്ചു, വലിയ ലെവലിൽ മക്കളെ കല്യാണം കഴിച്ചയച്ചു, പലതരത്തിലൊക്കെ ഉണ്ടായി. പക്ഷേ അവസാനം രോഗങ്ങളുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തിയവരെ ഈ മക്കളോ ഭാര്യമാരോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ഈ മക്കൾക്ക് ഈ അച്ഛന്മാർ ബഹുമാന്യരല്ല, വിദ്യാഭ്യാസമില്ല. വന്നപ്പോൾ ഈ രോഗങ്ങളുമായിട്ട് വന്നു. അവർക്ക് ഈ അച്ഛന്മാർ ഇന്നൊരു അധികപ്പറ്റാണ്. മാത്രമല്ല ഈ ഭാര്യമാർ ആവശ്യത്തിൽ കൂടുതൽ പണം ദൂർത്തടിക്കുകയും അബദ്ധസഞ്ചാരം നടത്തുകയും ചെയ്ത് ഈ ഭർത്താക്കന്മാരുമായിട്ട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ തെറ്റി അവർക്ക് ഇന്ന് പല ഭാര്യമാർക്കും, ഞാൻ 100% എന്ന് പറയുന്നില്ലെങ്കിലും 95% ഭാര്യമാർക്കും ഈ വയസ്സായി ഗൾഫിൽ നിന്ന് വന്ന ഭർത്താക്കന്മാർ ഇന്ന് അവർക്കൊരു അധികപ്പറ്റാണ്. അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവിടെ മക്കളും പ്രായപൂർത്തിയായ മക്കളും ഭാര്യയ്ക്കും വിഷമമാണ്, സന്തോഷമല്ല. ഭർത്താവ് വന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. പല തെറ്റായ പ്രവണതകളും പല തെറ്റായ യാത്രകളും പല തെറ്റായ പ്രവൃത്തികളും അവരിൽ നിന്നുണ്ടായി.
അത് വന്നിപ്പോൾ എന്തു പറ്റി? വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ കേസ് പോലെ സ്വന്തക്കാരെ തന്നെ 5 പേരെ വെട്ടിക്കൊല്ലാൻ ഒരു ചെറുപ്പക്കാരന് തോന്നി. ആ ഒരു അവസ്ഥയാണ് ഇന്ന്. പല അച്ഛന്മാരും ഗൾഫിൽ നിന്ന് വന്നവർ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിക്കുന്നു. അവരെ പലരെയും കുടുംബക്കാർ തന്നെ വധിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. ആ മാനസികാവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാർക്കുള്ളത്. ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമാണ് ഇവിടുത്തെ. അവരെ പല വിധത്തിൽ ചൂഷണം ചെയ്തു. നാട്ടുകാർ, സർക്കാർ, പിന്നെ വീട്ടുകാർ, സ്വന്തം മക്കൾ, ഭാര്യ, എല്ലാവരും അവരെ ചൂഷണം ചെയ്തു. ഒരുപാട് പേര് എൻ്റെ പ്രായക്കാർ മരിച്ചുപോയി. അവരുടെയൊക്കെ അനുഭവങ്ങൾ എനിക്കറിയാം. ഞാനും ഇന്ന് പെരുവഴിയിലാണ്. ഞാനും ഗൾഫിൽ പോയി. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് പലയിടത്തുമൊക്കെ സഞ്ചരിച്ചൊക്കെ ചെയ്താണെങ്കിലും ഞാനും ഇന്ന് കുടുംബത്തിൽ നിന്ന് വെളിയിലാണ്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ കാണിച്ച ക്രൂരതകൾ, അവരെ ഞാൻ നല്ല പ്രായത്തിൽ അവർ വളർന്ന് അവർ മാനസികമായിട്ട് വളർച്ച പ്രാപിച്ച സമയത്ത് എനിക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിദേശത്താണ്. അതിൻ്റെ പേരിലൊക്കെ എനിക്കും അവരിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി. അത് ഞാൻ വിശദമാക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഒരു വശത്ത് നമ്മളെ നാട് നന്നായപ്പോൾ മറുവശത്ത് ഒരു വലിയ നഷ്ടം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ഇപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കേരളം ഇന്ന് മയക്കുമരുന്നുകളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ ഒരു ആവാസ സ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് തെളിവാണ് വെഞ്ഞാറമൂട്ടിലെ സംഭവം. ഈ വെഞ്ഞാറമൂട്ടിലെ സംഭവം പലയിടത്തും ആവർത്തിക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മയക്കുമരുന്ന് മാഫിയകളാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ പരിപാടി വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ സർക്കാരാണ് അന്വേഷിക്കാനുള്ളത്. പല ഭീകര സംഘടനകളും രാജ്യത്തിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഈ കേരളം അവരുടെ വിളഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. പിന്നെ പല ചെറുപ്പക്കാരും അതിൽ ബന്ധപ്പെടാറുണ്ടെന്ന് അറിയുന്നു. അവരെയൊക്കെയാണ് അവരുടെ മസ്തിഷ്കം നശിപ്പിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തിയും മറ്റ് പലതരത്തിലും പെൺകുട്ടികൾ പോലും ഭയങ്കരമായ രീതിയിലാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും കാണിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സെക്സ് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ ആയിക്കോട്ടെ, മാന്യമായിട്ട് അതിനൊക്കെ ആവാം. ഇവിടെ പക്ഷേ അതൊന്നുമല്ല, എടുത്തുചാട്ടമാണ് കാണിക്കുന്നത്. പലരും പലതരത്തിലുള്ള ജീവിത ശൈലികളിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കാണാനും നിയന്ത്രിക്കാനും ഉള്ളത് നമ്മുടെ സർക്കാരുകളല്ലേ. ഇന്ന് പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ വെഞ്ഞാറമൂട്ടിലെ സംഭവം പോലും അന്വേഷിച്ചു വരുമ്പോൾ അതിൻ്റെ സത്യം പൊതുജനങ്ങളെ മുമ്പിൽ അവർ വെളിപ്പെടുത്തൂല, അവർ മൂടി വയ്ക്കും. കാരണം എന്താണ്? ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ പോലീസില്ലേ, ഇവിടെ രഹസ്യാന്വേഷണ പോലീസില്ലേ, അതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. യാതൊന്നും ചെയ്തില്ല. അവർക്ക് സുഖവും സൗകര്യത്തിനും വേണ്ടി അവർ പലതും ചെയ്തു. അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ഈ കഥകളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും എനിക്ക് വേണമെന്ന് അഭിപ്രായമില്ല. കണ്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണം. അത് എനിക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് പ്രചോദനമാവും. നിങ്ങളും ചെറുപ്പക്കാരും എൻ്റെ പ്രായത്തിലുള്ളവരും ഒരുപക്ഷെ ഇത് കാണാനും കേൾക്കാനും കഴിയാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഞാനിവിടെ നിർത്തുകയാണ്. നമസ്കാരം.